നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 10th പ്രിലിംസ് അവസാന ഘട്ട പരീക്ഷ എഴുതുന്നവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ചോദ്യം: ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ വർഷം 1964. DS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ എന്തെല്ലാമായിരുന്നു? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നിവയായിരുന്നു ശുപാർശകൾ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ വർഷം 1948. എന്തൊക്കെയായിരുന്നു ശുപാർശകൾ? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കുക. ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കുക എന്ന ശുപാർശ നൽകിയ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഇനി ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകൾ എന്തെല്ലാം? വർഷം 1952. ശുപാർശകൾ: ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ഇവയൊക്കെ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകളായിരുന്നു. വർഷം കൂടി ഓർത്തിരിക്കുക, 1952. അപ്പോൾ കോത്താരിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കോട്ടും കൂടി നിങ്ങൾ ഓർക്കുക. PSC എപ്പോഴും ചോദിക്കും. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ DS കോത്താരിയാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ DS കോത്താരിയാണ്. നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ് ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സ്റ്റഡി പ്ലാനോട് കൂടിയാണ്. അപ്പോൾ ടൈം ടേബിൾ വൈസ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് week 1 ആദ്യത്തെ വീക്കിലെ ടൈം ടേബിൾ, അതിൽ ആദ്യത്തെ വീക്കിൽ 5 ദിവസം, Day 1, Day 2, Day 3, Day 4, Day 5. Day 1 എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. Day 2, Day 3, Day 4, Day 5. ഈ 5 ദിവസം നിങ്ങൾ പഠിച്ചിട്ട് 2 ദിവസം റിവൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിച്ചു. ശനി ഞായറും റിവൈസ് ചെയ്യുക. ഞായറാഴ്ച രാത്രി അറ്റൻഡ് ചെയ്യാനുള്ള ടെസ്റ്റും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീക്ക് 1, week 2 ആയിട്ട് ഞാൻ ഓൾറെഡി അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു ഷുവർ കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCERT 5, 7, 9 ക്ലാസ്സുകളിലെ SCERT പാഠപുസ്തകങ്ങളിലെ വസ്തുതകൾ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. എല്ലാം ഈ ഒരൊറ്റ കോഴ്സിൽ നിങ്ങൾക്ക് തുച്ഛമായ ഫീസിൽ എക്സാം കഴിയുന്നത് വരെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് മാത്രമല്ല, ഫയർമാന്റെ ബാച്ച് നടക്കുന്നു, ജനറൽ PSC, അതുപോലെ ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, ബെവ്കോ LD, VFA മുതലായ ബാച്ചുകളിൽ ഒരുപാട് ബാച്ചുകൾ നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് കേട്ടോ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പ്രധാനപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം. 1997 എന്ന വർഷത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 1. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം എന്ന പ്രത്യേകത തമിഴ്നാട്ടിന് ലഭിച്ച വർഷം ഏത്? 1997. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ച വർഷം, അതായത് 50 വർഷം സുവർണ ജൂബിലി ആഘോഷിച്ച വർഷമാണ് 1997. KR നാരായണൻ രാഷ്ട്രപതിയായ വർഷം, പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം, വിശ്വനാഥൻ ആനന്ദിന് ആദ്യമായി ചെസ് ഓസ്കാർ ലഭിച്ച വർഷം 1997. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവൽ ബുക്കർ സമ്മാനത്തിന് അർഹമായ വർഷം 1997. അരുണ ആസഫ് അലിക്ക് ഭാരതരത്ന ലഭിച്ച വർഷം, മരണാനന്തര ബഹുമതിയായിട്ടാണ് അരുണ ആസഫ് അലിക്ക് ഭാരതരത്ന ലഭിച്ചത് വർഷം 1997. കൂടാതെ മരണാനന്തരം ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വനിത കൂടി
കൂടിയാണ് അരുണ ആസഫ് അലി. ഓക്കെ, അടുത്ത ചോദ്യം. ധീര വിപ്ലവകാരിയായ ഷഹീദ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ദിവസം ഏതായിരുന്നു? 1931 മാർച്ച് 23. 1931 മാർച്ച് മാസം 23. 1946 നാവിക കലാപം ഏത് തുറമുഖത്താണ് ആരംഭിച്ചത്? മുംബൈ നാവിക കലാപം വർഷം 1946. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. എപ്പോഴും ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. അൽ ഹിലാൽ എന്ന പത്രത്തിന്റെ സ്ഥാപകനാണ് മൗലാന അബുൽ കലാം ആസാദ്. അൽ ഹിലാൽ പ്രസിദ്ധീകരിച്ച സ്ഥലം കൽക്കട്ട. വർഷം 1912. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ വക്താവായിരുന്ന വ്യക്തിയാണ് മൗലാന അബുൽ കലാം ആസാദ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പത്രങ്ങളും സ്ഥാപകരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു 10 വർഷ ചോദ്യം നോക്കിയാലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു പ്രസിഡന്റ്. JB കൃപലാനി. സത്യശോധക് സമാജത്തിന്റെ സ്ഥാപകൻ ആര്? ജ്യോതിറാവു ഭൂലെയാണ് സത്യശോധക് സമാജത്തിന്റെ സ്ഥാപകൻ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? കോൺവാലീസ് പ്രഭു. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെയിലാണ് നടന്നത്. റെഗുലേറ്റിംഗ് ആക്ട് വർഷം ഏതാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്ത്? വാറൻ ഹേസ്റ്റിംഗ്സിന്റെ ഭരണകാലത്താണ് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഗദ്ദാർ പാർട്ടിയുടെ നേതാവ് ആരാണ്? ലാലാ ഹാർദയാൽ. ഭാരതത്തിൽ പ്രത്യേക നിയോജക മണ്ഡല സമ്പ്രദായം നടപ്പിൽ വരുത്തിയ നിയമപരിഷ്കാരം ഏതാണ്? ഇന്ത്യൻ കൗൺസിൽ നിയമം 1909. ഇന്ത്യൻ കൗൺസിൽ നിയമം 1909. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളി സർ ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ്. വർഷം 1917. അടുത്ത ചോദ്യം. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? VP മേനോന്റെ പുസ്തകമാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത സർദാർ വല്ലഭായ് പട്ടേലിന്റെ വലം കൈയായിരുന്നു VP മേനോൻ. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥവും ആര് രചിച്ചതാണ്? VP മേനോൻ രചിച്ചതാണ്. ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് VP മേനോൻ. ഒഡീഷയുടെ ഗവർണറായ വർഷം 1952. ഇനി സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി സർദാർ വല്ലഭായ് പട്ടേൽ തീരുമാനിച്ചത് ആരെയായിരുന്നു? VP മേനോനെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയും PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? VP മേനോൻ. ഇനി ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെ? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്, മണിപ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയൻ ചേരാൻ വിസമ്മതിച്ചു. ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങൾ, ഇന്ത്യയിലെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവയായിരുന്നു. ഇവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954. പോർച്ചുഗലിന്റെ അധിനിവേശ പ്രദേശങ്ങൾ ഗോവ, ദാമൻ, ദിയു. ഇവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1961. ഇനി കുറച്ച് പ്രധാനപ്പെട്ട വർഷങ്ങൾ, PSCയുടെ റിപ്പീറ്റിംഗ് വർഷങ്ങൾ നോക്കാം. പ്രോജക്ട് ടൈഗർ വർഷം 1973.
പ്രോജക്ട് എലിഫന്റ് വർഷം 1992, ഇന്ത്യൻ വന നിയമം വർഷം 1927, ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം വർഷം 1972, ഇന്ത്യൻ വന സംരക്ഷണ നിയമം 1980, ഇന്ത്യൻ വന നിയമം 1927, ഇന്ത്യൻ വന സംരക്ഷണ നിയമം 1980 ക്ലിയർ ചെയ്യുന്നു. ഇന്ത്യൻ വന നിയമം 1927, ഇന്ത്യൻ വന സംരക്ഷണ നിയമം 1980, പരിസ്ഥിതി സംരക്ഷണ നിയമം വർഷം 1986, പ്രോജക്ട് റൈനോ വർഷം 2011. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യൻ വന നിയമം 1927, ഇന്ത്യൻ വന സംരക്ഷണ നിയമം 1980, പരിസ്ഥിതി സംരക്ഷണ നിയമം 1986, ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം 1972, പ്രോജക്ട് ടൈഗർ 1973, പ്രോജക്ട് എലിഫന്റ് 1992, പ്രോജക്ട് റൈനോ വർഷം 2011. ഇനി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ആരാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ എന്ന് ഓർക്കുക. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ്? ചിത്തരഞ്ജൻ ദാസ് എന്ന CR ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു എന്ന് ഓർക്കുക. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആര്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. എന്നു മുതലാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 പരാക്രം ദിവസമായി ആചരിക്കാൻ തുടങ്ങിയത്? പരാക്രം ദിവസ് 2021 മുതലാണ്. 2021 മുതൽ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യം, കൂടുതലും മുൻവർഷ ചോദ്യങ്ങൾ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളിൽ അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇപ്പോൾ ജോയിൻ ചെയ്യാം. വളരെ തുച്ഛമായ ഫീസിലാണ് എല്ലാ കോഴ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ് കണ്ടിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ഡയറക്റ്റ്ലി ചോദിക്കാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹർഷിതം എഡ്യൂടെക് എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.